എങ്ങോട്ടാ? അരവിന്ദനൊരു മരുന്നാ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു, പുറത്തുനിന്ന് വാങ്ങണം. താൻ വാർഡിലേക്ക് വെക്കോ. സാർ. ആ വേണു, 5-ാം വാർഡിലെ ജെയിംസിന്റെ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്തേക്കും. ഡോക്ടർ, ഇതൊരു ടോണിക് അല്ലേ? അതെ, ബി കോംപ്ലക്സാ, ഇവിടെ ഇല്ല. എന്തിനാ ഡോക്ടർ ഈ ടോണിക്കും കരിങ്കനും രസായനവും ഒക്കെ? അയാളെ എന്താ ഗുസ്തി കൊണ്ടാൻ പോകുന്നു? ഒറ്റ നോട്ടത്തിന് അരവിന്ദന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നിട്ടും അയാളെ ഡിസ്ചാർജ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട്? എങ്ങനെയെങ്കിലും അയാളെ കൊലമരം വരെ ഒന്ന് എത്തിച്ചാൽ എനിക്ക് ശ്വാസം നേരെ വീഴും. അത് നിങ്ങളുടെ കാര്യം. അയാൾ എന്റെ പേഷ്യന്റ് ആണ്. എനിക്ക് ഓക്കെ എന്ന് തോന്നാതെ ഞാൻ റിലീസ് ചെയ്യില്ല. ഡോക്ടർക്ക് മനസ്സിലാകില്ല എന്റെ ടെൻഷൻ. ഏത് സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശീലനം ലഭിച്ച ഒരു വിപ്ലവകാരിയാണ് അയാൾ. കട്ടിൽ കിടന്നപ്പോൾ എന്തുമാവട്ടെ, ഇന്ന് അയാൾ പൂർണ്ണ ആരോഗ്യവാനാണ്. 4 പോലീസുകാരെയും വെച്ച് അയാളെ ഇവിടെ സംരക്ഷിക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ ഇത്ര ധൃതി അയാളെ തൂക്കിക്കൊല്ലാൻ? ഒരു ശവത്തിന് തുല്യം കുത്തിക്കേറി ഇവിടെ കൊണ്ടുവന്ന ആ മനുഷ്യനെ ഈ തരത്തിലാക്കിയത് ഞാനാ. താൻ രക്ഷപ്പെടുത്തിയ രോഗിയെ കൊല്ലാൻ വിട്ടുതരണമെന്ന് പറഞ്ഞാൽ ഏത് ഡോക്ടറിന്റെ മനസ്സ് വേദനിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് അയാളോട് പേഴ്സണൽ വിരോധമൊന്നും ഇല്ലല്ലോ. എനിക്കുണ്ടായിരുന്നു. എന്നിട്ട് എന്റെ മനസ്സ് വേദനിക്കുന്നു. എനിക്ക് വേണ്ടി എന്തിനാ സാവിത്രി വഴക്കും ബഹളമൊക്കെ? ഇന്നല്ലെങ്കിൽ നാളെ റിലീസ് ചെയ്യേണ്ടി വരും. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുമ്പേ. ഈ കാത്തിരിപ്പ് ദുസ്സഹമാണ്. തൂക്കുമരം വരെ ചെന്നെത്താനുള്ള ആരോഗ്യം എനിക്കുണ്ട്. എന്നെ വിട്ടുകൊടുത്തേക്കൂ. ഇല്ല ഇല്ല, ഒരു തൂക്കുമരത്തിന് നിങ്ങളെ ഞാൻ വിട്ടുകൊടുക്കില്ല.